നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ബലിപെരുന്നാളിന്റെ അവധി ആരംഭിച്ചതോടെ ഒമാനിലെ എല്ലാ ഹോട്ടലുകളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. പല ഹോട്ടലുകളിലും ബുക്കിംഗ് പോലും ലഭിക്കാത്ത അവസ്ഥയാണ്. ജബൽ അക്ദർ, നിസ്വ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് ഹോട്ടലുകളിൽ ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ജബൽ അക്ദറിലെ ഹോട്ടലുകളിലെ ബുക്കിംഗ് നേരത്തെ തന്നെ പൂർത്തിയായതിനാൽ പുതിയ ബുക്കിംഗുകൾ എടുക്കുന്നില്ല. നിസ്വയിലും മറ്റും സമാനമായ ബുക്കിംഗുകളാണുള്ളത്. റൂവിയിലെയും അൽ ബുബൈറിലെയും മസ്കറ്റിലെ മറ്റ് ഭാഗങ്ങളിലെയും ഹോട്ടലുകളിലും നല്ല ബുക്കിംഗ് ആണുള്ളത്. ഒമാനിൽ ചൂട് കൂടിയതോടെ പലരും പെരുന്നാൾ ആഘോഷത്തിന് ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. ചൂട് കാരണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. പെരുന്നാൾ സ്റ്റേജ് പരിപാടികളും ആരും സംഘടിപ്പിക്കുന്നില്ല. ബീച്ചുകൾ മാത്രമാണ് പെരുന്നാൾ ആഘോഷക്കാർക്കുള്ള ഏക ആശ്രയം. ബലിപെരുന്നാൾ അവധിയോടനുബന്ധിച്ച് ഖത്തറിലെ പൊതു പാർക്കുകൾ രാത്രി വൈകിയും തുറക്കുമെന്ന് മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിലെ പബ്ലിക് പാർക്ക് വകുപ്പ് അറിയിച്ചു. അൽ ഫുർജാൻ പാർക്കുകൾ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി രാവിലെ 5 മുതൽ രാത്രി 1 വരെ തുറക്കും. ഓപ്പൺ പാർക്കുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ 24 മണിക്കൂറും തുറക്കും. രാത്രി 8 മണി മുതൽ 11 വരെ പ്രവർത്തിക്കുന്ന അൽഖോർ ഫാമിലി പാർക്ക് പ്രവേശനത്തിന് മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ ഓൺ ആപ്പിലൂടെ ടിക്കറ്റ് എടുക്കാം. പാണ്ട പാർക്കിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ഇതിൻ്റെയും ടിക്കറ്റ് ഓൺ ആപ്പിൽ ലഭ്യമാണ്. കളിസ്ഥലങ്ങൾ, നടപ്പാതകൾ, പിക്നിക് ഏരിയകൾ, ഫിറ്റ്നസ് ഉപകരണങ്ങൾ തുടങ്ങി വിപുലമായ സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്രമത്തിനും വിനോദത്തിനും പറ്റിയ മനോഹരമായ നിരവധി പാർക്കുകൾ രാജ്യത്തുണ്ട്. എല്ലാ പ്രായമായവർക്കും അനുയോജ്യമായതും സജീവമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുമുണ്ട്. മതം, സംസ്കാരം, ഗ്ലോബൽ ബയോ എത്തിക്സ് വിഷയത്തിൽ ഈ വർഷത്തെ അന്താരാഷ്ട്ര ബയോ എത്തിക്സ് കോൺഗ്രസിന്റെ 17ാം പതിപ്പിന് ദോഹ വേദിയായി. ഖത്തർ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഷെയ്ഖ മൗസ ബിൻത് നാസറിന്റെ സാന്നിധ്യത്തിൽ ആരംഭിച്ച സമ്മേളനം 2 ദിവസം നീണ്ടു. ഇതാദ്യമായാണ് അന്താരാഷ്ട്ര ബയോ എത്തിക്സ് സമ്മേളനം അറബ് ലോകത്തെത്തുന്നത്. ഹമദ് ബിൻ ഖലീഫ സർവകലാശാലയുടെ ഇസ്ലാമിക് ലെജിസ്ലേഷൻ ആൻഡ് എത്തിക്സ് റിസർച്ച് സെന്ററും ഖത്തർ ഫൗണ്ടേഷന്റെ ആഗോള ആരോഗ്യ സംരംഭമായ വേൾഡ് ഇന്നൊവേഷൻ സമ്മിറ്റും ചേർന്നാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. മനുഷ്യരാശി നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് ധാർമ്മിക വെല്ലുവിളിയാണെന്നും ശാസ്ത്രം ഏറെ മുന്നോട്ട് പോയ കാലഘട്ടത്തിൽ ധാർമ്മിക അപചയം കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും HBKU പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് എം ഹസ്ന പറഞ്ഞു. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.